Hi everyone, welcome to Commerce World. Calicut University second semester M.Com Advanced Strategic Management എന്ന സബ്ജക്റ്റിത്തെ നെക്സ്റ്റ് കൺസെപ്റ്റ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോണത്. അതായത് 12th ചാപ്റ്റർ ആണ് എമർജിംഗ് ട്രെൻഡ്സ് ഇൻ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. ഓക്കെ, സോ നമ്മൾക്ക് ഇതിൽ വരുന്നത് 10 എമർജിംഗ് ട്രെൻഡ്സ് ആണ് വരുന്നത്. ഈ 10 എമർജിംഗ് ട്രെൻഡ്സിൽ അതായത് 3 വെയിറ്റേജിന് ഇത് ഓരോന്ന് എടുത്ത് ചോദിക്കാം, അല്ലെങ്കിൽ ഒറ്റയടിക്ക് എമർജിംഗ് ട്രെൻഡ്സ് ഇൻ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് എക്സ്പ്ലെയിൻ എന്ന് ചോദിക്കാമായിരിക്കാം. ഓക്കെ, സോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. സോ നിങ്ങൾക്കിത് ആദ്യം വരുന്നതാണ് സ്ട്രാറ്റജിക് ചേഞ്ച് മാനേജ്മെന്റ്. സ്ട്രാറ്റജിക് ചേഞ്ച് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സോ ഈ സ്ട്രാറ്റജിക് ചേഞ്ച് മാനേജ്മെന്റ് എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ഓർഗനൈസേഷൻ, അതായത് നമ്മുടെ എക്സ്റ്റേണൽ ആസ് വെൽ as ഇന്റേണൽ മാനേജ്മെന്റിൽ വരുന്ന ചേഞ്ചസിനെ കുറിച്ച് പറയുന്നതാണ് ഈ സ്ട്രാറ്റജിക് ചേഞ്ച് മാനേജ്മെന്റ് എന്നുള്ളതിനാണ് കൂടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഇത് പറയുമ്പോൾ നമുക്ക് ബോത്ത് എക്സ്റ്റേണൽ ആവാം, അതേപോലെ തന്നെ ഇന്റേണൽ ആവാം. സോ ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിൽ വരുന്ന ചേഞ്ചസ്, ടെക്നോളജീസിൽ വരുന്ന ചേഞ്ചസ്, അതേപോലെ തന്നെ എക്കണോമിക് ഫോഴ്സസിൽ വരുന്ന ചേഞ്ചസ് എന്നുള്ളതൊക്കെ ഇൻക്ലൂഡഡ് ആണ്. അതേപോലെ തന്നെ ടോപ്പ് മാനേജേഴ്സ് വരുന്ന സമയത്ത് റാപ്പിഡ് ആയിട്ട് നമ്മുടെ കമ്പനിയിൽ വരുന്ന ഗ്രോത്തും അതേപോലെ തന്നെ ഇന്റേണൽ ആക്ഷൻസ് എന്നുള്ളതൊക്കെയാണ് നമ്മുടെ ഈ ചേഞ്ചസിൽ വരുന്നത്. ഓക്കെ, സോ ഈ എൻവയോൺമെന്റൽ ചേഞ്ചസ് എന്ന് പറയുമ്പോൾ ഇംപ്ലിമെന്റ് ടു ചേഞ്ച്, ഇനിഷ്യേറ്റഡ് ചേഞ്ച്, ദ നീഡ് ഫോർ ചേഞ്ച്, അതിൽ എൻവയോൺമെന്റൽ ഫോഴ്സസും ഇന്റേണൽ ഫോഴ്സസ് എന്നുള്ളതാണ് ജസ്റ്റ് നമ്മൾക്ക് ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇതിൽ ഡയമെൻഷൻസ് എന്ന് പറയുമ്പോൾ ഒന്ന് ടെക്നോളജിക്കൽ ചേഞ്ചസ് ആണ്, സോഷ്യൽ ചേഞ്ചസ് ആണ്, എക്കണോമിക് ചേഞ്ചസ്, പൊളിറ്റിക്കൽ ചേഞ്ചസ് എന്നുള്ളതൊക്കെയാണ് നമ്മൾക്ക് വരുന്നത്. സോ ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക. ഓക്കെ, നിങ്ങൾക്കിത് ഒന്ന് വായിച്ചാൽ മനസ്സിലാവുന്നതാണ്. ദെൻ സ്ട്രാറ്റജിക് ടൈം മാനേജ്മെന്റ് ആണ്. സ്ട്രാറ്റജിക് ടൈം മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ടൈമിന് വരുന്ന ചേഞ്ചസിനാണ്. ലൈക്ക് ഇപ്പൊ പറയുകയാണെങ്കിൽ നമ്മളുടെ ഏത് ജോബിനാണ് നമ്മൾ പ്രയോറിറ്റൈസ് കൊടുക്കണം എന്നുള്ളതാണ് ഒന്നാമത്തത്. അതേപോലെ തന്നെ വെദർ ഓർ നോട്ട് ദേ നീഡ് ടു ബി ടാക്കിൾഡ് ഇൻ ദ പെർട്ടിക്കുലർ സീക്വൻസ്, അതായത് എങ്ങനെയാണ്, അതേപോലെ തന്നെ വെദർ എന്നുള്ളത് കൂടിയാണ് നമ്മൾ ഇതിൽ നോക്കുന്നത്. ഓക്കെ, ഈ പെർട്ടിക്കുലർ സീക്വൻസ് വന്നിട്ട് നമ്മൾ എങ്ങനെ യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾക്ക് വരുന്നത്. അതേപോലെ തന്നെ അറ്റൻഷൻ ഷുഡ് ബി ഗിവൻ ടു ദ നീഡ് ടു അവോയ്ഡ് ദ വേസ്റ്റിംഗ്, അതായത് നമ്മൾ കൂടുതൽ അറ്റൻഷൻസ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കുറെ വേസ്റ്റേജസും കാര്യങ്ങളൊക്കെ നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റും അല്ലെ. അതിനാണ് നമ്മളുടെ ഈ ടൈം മാനേജ്മെന്റ് എന്നുള്ള കാര്യത്തിലോട്ട് നമ്മൾ കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത്. ഓക്കെ, നമ്മളിപ്പോ 10 മണിക്കൂർ ചെയ്യുന്ന വർക്കാണ്, അപ്പൊ നമ്മൾ പറയാണ് ഓക്കെ അതിൽ 8 മണിക്കൂർ ചെയ്ത് തീർക്കുമെന്ന് പറയണം. അപ്പൊ അവർ 8 മണിക്കൂറിനുള്ളിൽ ചെയ്ത് തീർക്കണമല്ലോ എന്ന് പറഞ്ഞിട്ട് തന്നെ പെട്ടെന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യായിരിക്കും. അപ്പൊ കുറെ നമ്മൾ ഇൻപുട്ട് കൊടുക്കേണ്ടതായിരിക്കും, അപ്പൊ കുറെ വേസ്റ്റേജസും വരുന്നതായിരിക്കും. ഓക്കെ, സോ ആദ്യം നമ്മൾ ഒരു അറ്റൻഷൻ വേണ്ടി കൂടെ കൊടുക്കേണ്ടതായിട്ട് വരും. ഓക്കെ, ദെൻ എക്സിക്യൂട്ടീവ്, എഫക്റ്റീവ് എക്സിക്യൂട്ടീവ്നെസ് വേണ്ടിയിട്ടായിരിക്കും ഒരു ഓർഗനൈസേഷനിൽ എന്തൊരു കാര്യം നമ്മൾ ചെയ്യുകയാണെങ്കിലും ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കൺട്രോളും അതേപോലെ തന്നെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മാനേജ്മെന്റും വേണം എന്നുള്ളതാണ് ഈ ടൈം മാനേജ്മെന്റിൽ പറയുന്നത്. സോ നെക്സ്റ്റ് വരുന്നതാണ് സോഷ്യൽ ഓഡിറ്റ് എന്നുള്ളത്. ഓക്കെ, സോഷ്യൽ ഓഡിറ്റ് എന്ന് പറയുന്നത് ഹൗ വെൽ എ കമ്പനി ഹാസ് ഡിസ്ചാർജ് ഇറ്റ് സോഷ്യൽ ഒബ്ലിഗേഷൻ, അതായത് എത്രത്തോളം ഒരു കമ്പനിക്ക് ആ കമ്പനിയുടെ സോഷ്യൽ ഒബ്ലിഗേഷൻസ് ഡിസ്ചാർജ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ലൈക്ക് നമ്മുടെ CSR ആക്ടിവിറ്റിയുമായിട്ട് വരുന്നതാണ് ഈ സോഷ്യൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഇതിന് നമ്മൾ കുറെ എക്സ്പേർട്സ് വന്നിട്ട് ഈ സോഷ്യൽ ഓഡിറ്റിന് വന്നിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ലൈക്ക് ഈ സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു ഓർഗനൈസേഷൻ കൊണ്ടുപോകാനും ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സോഷ്യൽ ഓഡിറ്റ് നടത്താനും വേണ്ടിയിട്ട് നമ്മൾ കുറെ യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇതിൽ തന്നെ നമ്മുടെ ഓർഗനൈസേഷൻ തന്നെ സോഷ്യൽ പെർഫോമൻസ് വന്നിട്ട് എത്രത്തോളം നമ്മൾക്ക് ചെയ്യാൻ പറ്റും, എത്രത്തോളം എഫേർട്ട് കൊടുക്കാൻ പറ്റും എന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ സോഷ്യൽ ഓഡിറ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ ഒബ്ജക്റ്റീവ്സിനെ റീച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, അതേപോലെ തന്നെ കോമ്പറ്റേറ്റീവ് റീസൺസിന് വേണ്ടിയിട്ട്, ദെൻ അതേപോലെ തന്നെ കമ്പനി വന്നിട്ട് അതിന്റെ റീസണബിൾ ആയിട്ടുള്ള ഫംഗ്ഷൻസും കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാം നമ്മുടെ സോഷ്യൽ ഓഡിറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഈ സോഷ്യൽ ഓഡിറ്റ് എന്ന് പറയുമ്പോൾ ഒന്ന് നമ്മുടെ എത്തിക്കൽ ഇഷ്യൂസിന് പിന്നെ അതേപോലെ തന്നെ ഈക്വൽ ഓപ്പർച്യൂണിറ്റി കിട്ടാൻ വേണ്ടിയിട്ട്, നമ്മുടെ ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫിന് വേണ്ടിയിട്ട്, ദെൻ അതേപോലെ തന്നെ കൺസ്യൂമറിസത്തിന് വേണ്ടിയിട്ട്, എൻവയോൺമെന്റൽ പ്രൊഡക്ഷന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഈ സോഷ്യൽ ഓഡിറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ നമുക്ക് നെക്സ്റ്റ് വരുന്നതാണ്, നാലാമത്തെ വരുന്നതാണ് എൻവയോൺമെന്റൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. എൻവയോൺമെന്റൽ ഓഡിറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ മാനേജ്മെന്റ് ടൂൾ ആണ്. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടുള്ളതെന്ന് വെച്ചാൽ റൈറ്റ് പീപ്പിൾ അറ്റ് ദ റൈറ്റ് ടൈം എന്നുള്ളതാണ്. ഓക്കെ, എൻവയോൺമെന്റൽ പെർഫോമൻസ് ടു ദ റൈറ്റ് പീപ്പിൾ ആൻഡ് ദ റൈറ്റ് ടൈം. ദ ഓഡിറ്റ് എൻകംപോസസ് all kinds of activities related to the environmental measures of an organization, അതായത് നമ്മുടെ എൻവയോൺമെന്റിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും മോണിറ്റർ ചെയ്യുന്നതാണ് ഈ എൻവയോൺമെന്റൽ ഓഡിറ്റിലൂടെ. ലൈക്ക് ഇപ്പൊ നമ്മളൊരു പ്രൊഡക്ഷൻ നടത്തുകയാണെങ്കിലും ആർക്ക് കൊടുക്കണം, എപ്പോൾ കൊടുക്കണം, എങ്ങനെ കൊടുക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള ഫുൾ അനാലിസിസ് വന്നിട്ട് ഈ എൻവയോൺമെന്റൽ ഓഡിറ്റിലൂടെയാണ് നമ്മൾ നടത്തുന്നത്. ഓക്കെ,
ദെൻ നെക്സ്റ്റ് വരുന്നത് അഡ്വർടൈസിംഗ് സ്ട്രാറ്റജി എന്നുള്ളതാണ്. അഡ്വർടൈസിംഗ് സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ അതായത് നമ്മുടെ അഡ്വർടൈസിംഗ് എന്ന് പറയുന്നത് തന്നെ ഒരു കമ്മ്യൂണിക്കേഷൻ ടൂൾ ആണ് അല്ലെ. ഓക്കെ, അഡ്വർടൈസിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു സെല്ലറും ബയറും ഇവർ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ടൂൾ ആണ്. സോ നമ്മൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരു ടാർഗറ്റ് കസ്റ്റമർ നമ്മൾക്ക് ഉണ്ടായിരിക്കണം. ആർക്കാണ് അഡ്വർടൈസിംഗ് സ്ട്രാറ്റജി കൊണ്ടുവരികയാണെങ്കിൽ ഒന്ന് വന്നിട്ട് ഇത് ഓവറോൾ മാർക്കറ്റിനെ കവർ ചെയ്യണം. അതേപോലെ തന്നെ ഒരു സ്പെസിഫിക് മാർക്കറ്റ് സെഗ്മെന്റ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അതിന് അത്രത്തോളം ഒരു കപ്പാസിറ്റി പെനട്രേഷൻ ഉണ്ടാവണം. അതേപോലെ തന്നെ കോസ്റ്റ് റിലേഷൻ ആയിട്ടുള്ള എൻക്വയറി ഓർഡറും കാര്യങ്ങളൊക്കെ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമായിരിക്കണം. അതേപോലെ തന്നെ ഫ്രീക്വൻസി ആയിട്ട് ഒരു അപ്പിയറൻസ് വേണം. അതായത് ഡെയിലി ആയാലും വീക്ക്ലി ആയാലും ഒരു ന്യൂസ് പേപ്പേഴ്സ് കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ കൊടുക്കുന്ന പോലെ ആയിരിക്കണം. ഓക്കെ, അതേപോലെ തന്നെ അറ്റ്മോസ്ഫിയർ എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ എങ്ങനത്തെ അറ്റ്മോസ്ഫിയറിലായിരിക്കണം നമ്മൾ ഈ അഡ്വർടൈസിംഗ് കാര്യങ്ങളൊക്കെ നടത്തുന്നതെന്നുള്ളത്. ദെൻ ടൈമിംഗ് എന്നുള്ളതൊക്കെയാണ് അഡ്വർടൈസിംഗ് സ്ട്രാറ്റജിയിൽ വരുന്നത്. അതേപോലെ തന്നെ അഡ്വർടൈസിംഗ് സ്ട്രാറ്റജിയിൽ നമ്മുടെ ഈ സെലക്ഷൻ മീഡിയ എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ തന്നെ നമ്മുടെ പ്രൊഡക്റ്റ് പൊസിഷനിങ്, ഈ സെഗ്മെന്റിന്റെ ചോയ്സ്, അതേപോലെ തന്നെ എന്തൊക്കെ കോമ്പറ്റീഷൻസ് നമ്മൾ അവിടെ അവോയ്ഡ് ചെയ്യണം എന്നുള്ളതൊക്കെയാണ് ഈ അഡ്വർടൈസിംഗ് സ്ട്രാറ്റജിയിൽ നമുക്ക് വരുന്നത്. ഓക്കെ, ദെൻ ആറാമത്തതാണ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദ ഡിസൈൻ ആൻഡ് ഓപ്പറേഷൻ ഓഫ് ദ ഫിസിക്കൽ, മാനേജീരിയൽ ആൻഡ് ഓൾസോ ഇൻഫോർമേഷണൽ ആൻഡ് ഫിനാൻഷ്യൽ സിസ്റ്റം need to transfer goods and services from vendor to customer and effective and efficient manner. അതായത് നമ്മളുടെ ഈ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഈ ഗുഡ്സ് ആൻഡ് സർവീസസ് നമ്മളുടെ വെണ്ടർ ടു കസ്റ്റമറിലോട്ട് എത്രത്തോളം എഫക്റ്റീവ് ആയിട്ട് എഫിഷ്യന്റ് ആയിട്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു അനാലിസിസ് ടൂൾ ആണ് ഈ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്നുള്ളതിനെ കുറിച്ച് പറയുന്നത്. ഓക്കെ, ഇതാണ് ഇതിൽ പറയുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് ഓർഗനൈസേഷണൽ കൾച്ചർ ആൻഡ് സ്ട്രാറ്റജി എന്നുള്ളതാണ്. ഓർഗനൈസേഷണൽ കൾച്ചർ ആൻഡ് സ്ട്രാറ്റജി. ഈ ഓർഗനൈസേഷണൽ കൾച്ചർ ആൻഡ് സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ ഒന്ന് വന്നിട്ട് ഇന്നോവേറ്റീവ് ആൻഡ് റിസ്ക് ടേക്കിംഗ് ആയിരിക്കണം അല്ലെ. ഒരു ഓർഗനൈസേഷന്റെ കൾച്ചർ, ഒരു ഓർഗനൈസേഷണൽ സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ ഇന്നോവേഷൻ ഉണ്ടാകണം, അതേപോലെ തന്നെ റിസ്ക് ടേക്കിംഗ് ആയിരിക്കണം. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റിസ്ക് അല്ലെങ്കിൽ ഒരു ലോസ് വരുന്ന സമയത്ത് അയ്യോ ഇത്രത്തോളം ലോസ് വന്നു ഇനി ഞാൻ ബിസിനസ് ചെയ്യത്തില്ല എന്ന് പറഞ്ഞ് നിർത്തി പോവുകയാണെങ്കിൽ ആ ഓർഗനൈസേഷൻ എങ്ങനെ ഡെവലപ്മെന്റ് ഉണ്ടാകുക. ഓക്കെ, അതാണ് ആദ്യം. പിന്നെ വന്നിട്ട് എല്ലാ കാര്യങ്ങളും എല്ലാ ഡീറ്റെയിൽസിനും വന്നിട്ട് അറ്റൻഷൻ കൊടുക്കണം. ഓക്കെ, എന്തെങ്കിലും ഒരു കാര്യം, ഒരു ചെറിയ കാര്യമാണെങ്കിൽ അറ്റൻഷൻ കൊടുക്കണം. അല്ലാതെ ഓക്കെ ചെറിയ കാര്യമല്ലേ എന്ന് പറഞ്ഞു പോകുന്നതായിരിക്കാൻ പാടില്ല. പിന്നെ അതേപോലെ തന്നെ ഔട്ട്കം ഓറിയന്റേഷൻ ആയിരിക്കണം. ഓക്കെ, എത്രത്തോളം ഔട്ട്കം നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, അതേപോലെ തന്നെ ഔട്ട്കമ്മിൽ വന്നിട്ട് നമുക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കണം. ഓക്കെ, അതേപോലെ തന്നെ പീപ്പിൾ ഓറിയന്റേഷൻ ആയിരിക്കണം, ടീം ഓറിയന്റേഷൻ ആയിരിക്കണം. അഗ്രസീവ്നെസ് എന്ന് പറയുമ്പോൾ നമ്മുടെ പീപ്പിൾ അഗ്രസീവ്നെസ്സും അതേപോലെ തന്നെ കോമ്പറ്റേറ്റീവ് റാദർ ദൻ ഈസി ഗോയിങ് ആയിരിക്കണം. ഓക്കെ, അല്ലെങ്കിൽ കുറച്ചിങ്ങനെ അഗ്രസീവ് പിടിച്ചിട്ട് നിൽക്കുക എന്നുള്ളതൊക്കെ ഇരിക്കാൻ പാടില്ല. ലൈക്ക് ദേഷ്യം എന്നുള്ളതിലൂടെ ഒരു ഉദ്ദേശിക്കുന്നതാണെങ്കിൽ ഒക്കെ ഒരു ഓർഗനൈസേഷൻ കൊണ്ടുപോവുകയാണെങ്കിൽ അത്രത്തോളം ഒരു ഈസി ഗോയിങ് ആയിരിക്കണം. പക്ഷെ ഒരുപാട് ഈസി ഗോയിങ് ഒന്നും ആവാൻ പാടില്ല, ചെറുതായിട്ടുള്ള ഒരു അഗ്രസീവ്നെസ്സും വേണം എന്നുള്ളതാണ് ഇതിന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ അതിനതിൻ്റെതായിട്ട് ഒരു സ്റ്റെബിലിറ്റി വേണം. അല്ലാതെ എങ്ങനത്തോളം ഓർഗനൈസേഷൻ പോവാം എന്നുള്ളതല്ലല്ലോ. ഓക്കെ, ഒരു സ്റ്റെബിലിറ്റി കൂടെ വേണ്ടതായിരിക്കും. അപ്പൊ ഇത്രയാണ് ഇതിൽ വരുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് നോളേജ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. സോ ഈ നോളേജ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഇൻഫർമേഷൻ ദാറ്റ് changes something or somebody either by becoming grounds for action or making an individual capable of different or more effective action. അതായത് ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസിന് വന്നിട്ട് ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ആ കാര്യം വന്നിട്ട് എത്രത്തോളം എഫക്റ്റീവ് ആയിട്ട് എത്രത്തോളം ഡിഫറെന്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ നോളേജ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്കറിയാം ഈ നോളേജ് മാനേജ്മെന്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ലൈക്ക് വാട്ട് ഇസ് മേക്കിംഗ് ആൻ ഇൻഡിവിജ്വൽ കാപ്പബിൾ ഓഫ് ഡിഫറെന്റ് ഓർ മോർ എഫക്റ്റീവ് ആക്ഷൻ, ലൈക്ക് ഇന്നോവേറ്റീവ് ആയിട്ടോ അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള സ്കിൽസോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നുള്ളതാണ്. കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണെന്ന് അറിയാലോ. ഓക്കെ, നമ്മുടെ ഓർഗനൈസേഷൻ ഇപ്പൊ വരുന്ന എല്ലാ ഓർഗനൈസേഷനും മിക്കവാറും കോർപ്പറേറ്റ് റെസ്പോൺസിബിലിറ്റി ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനാണ് അല്ലെ. സോ ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ എത്രത്തോളം സോഷ്യലുമായിട്ട് അവർ കോപ്പപ്പ് ചെയ്ത് നിൽക്കുന്നേ എന്നുള്ളതാണ്, എത്രത്തോളം അവർ സൊസൈറ്റി അതുപോലെ തന്നെ എൻവയോൺമെന്റിന് വന്നിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നേ എന്നുള്ളതൊക്കെയാണ് ഈ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയിൽ. ക്വിക്കർ ലെസ് വേരിയബിൾ റെസ്പോൺസസ് ഇൻ പ്രോസസ് ടു കസ്റ്റമർ നീഡ്. പിന്നെ അതേപോലെ തന്നെ ഗ്രേറ്റർ ഫ്ലെക്സിബിലിറ്റി ഉണ്ടായിരിക്കണം. എന്തിനു വേണ്ടിയിട്ടാ? അഡ്ജസ്റ്റിംഗ് ടു ചേഞ്ചിങ് കസ്റ്റമർ നീഡ്സ്, ദെൻ ലോവർ കോസ്റ്റ് ത്രോ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ആൻഡ് എലിമിനേഷൻ ഓഫ് ദ നോൺ വാല്യൂ ആഡിംഗ് വർക്ക് എന്നുള്ളതൊക്കെയാണ് ഈ 4 എണ്ണമാണ് മിക്കവാറും കണ്ടിന്യൂസ് ആൻഡ് സാറ്റിസ്ഫിക്കേഷൻ ആയിട്ടുള്ള ഒരു ഇംപ്രൂവ്മെന്റിലോട്ട് വേണം എന്നുള്ളതിനെ കുറിച്ച് പറയുന്നത്. ഓക്കെ, ഇത് നിങ്ങൾ ജസ്റ്റ് എന്താന്നുള്ളത് നോക്കിപ്പോയാൽ മതി, ഇതിനു മുന്നിൽ പഠിച്ചതാണല്ലോ. ഓക്കെ, ദെൻ അതേപോലെ തന്നെ ഇതിൽ വരുന്നതാണ് നമുക്ക് 5 ഡയമെൻഷൻസ് പറയുന്നുണ്ട്. റിലയബിലിറ്റി, ആഷുറൻസ്, ടാഞ്ചിബിലിറ്റി, എംപതി എന്നുള്ളതൊക്കെ.
ദെൻ റെസ്പോൺസീവ്നെസ് ആണ്. റിലയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാലോ നമുക്ക്. എല്ലാത്തിനും അഷുറൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം, ടാഞ്ചിബിലിറ്റി എന്താണെന്ന് അറിയാം, എംപതി അറിയാം, റെസ്പോൺസീവ്നെസ് അറിയാം. ഓക്കെ, ഇത്രയാണ് നിങ്ങൾക്ക് വരുന്ന എമേർജിംഗ് ട്രെൻഡ്സ് ഇൻ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.